നമ്മുടെ മെനു വന്നിട്ട് ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ ഒരു പീറ്റ ബ്രെഡ്. അതാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ എൻ്റെ ബ്ലൂ മൗണ്ടൻ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് കണക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ ഡിന്നർ പരിപാടി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഒരു തട്ടുകട സ്റ്റൈൽ കൈൻഡ് ഓഫ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ആ റെസിപ്പി വേഗം ചെറുപടയെന്ന് കാണിച്ചു തരാം. ഇതിന് കുറച്ചധികം സാധനങ്ങൾ വേണം കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലില്ല, അത് വേറെ കാര്യം. ഒരു മുട്ട, എന്താണ് അവിടെ മോശം? ചീത്തപ്പിള്ളേരാ നിങ്ങൾ. അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നെക്സ്റ്റ് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ, പിന്നെ നമ്മുടെ റെഗുലർ മസാലകൾ. മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ, എരിവില്ല. ലേശം മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ ചിക്കൻ മസാല കേട്ടോ. ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ചേർക്കുന്നത് 1 സ്പൂൺ. പിന്നെ ഒരു പൊടിക്ക് ഗരം മസാല. കഴിഞ്ഞത് നിങ്ങൾ വിചാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് തന്തൂരി മസാല കേട്ടോ, ഒരു ഇച്ചിരി കളർ കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെരുംജീരകവും ഓൾസോ ചില്ലി ഫ്ലേക്സും വേണം. പക്ഷെ ചില്ലി ഫ്ലേക്സ് എൻ്റെ കയ്യിലില്ല. നെക്സ്റ്റ് കുറച്ച് കുരുമുളക്, ലെമൺ ജ്യൂസ്, ഉപ്പ് ഫ്രൈക്ക് ആയതുകൊണ്ട് ഒരു ലേശം പൊടിക്ക് കൂട്ടിയിടണേ. ഇനി കുറച്ച് കറിവേപ്പില. ആക്ച്വലി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിൽ അരച്ചാണ് ചേർക്കുന്നത്. പക്ഷേ മിക്സിയുടെ ആ സൗകര്യം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുനുകുനാന്ന് നമ്മുടെ കറിവേപ്പില അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇടും. ഇനി വേണ്ടത് ഞാൻ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കാം. ഏകദേശം നമ്മുടെ മസാല ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയേ. സോ ഞാനൊരു ഇച്ചിരി ഉപ്പിടുക. ഞങ്ങള് ചിക്കൻ മുറിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ആശാൻ ചിക്കൻ മുറിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്. ഓ എന്നാ ബിൻസി പറഞ്ഞിട്ട് ആശാൻ മുറിച്ച ചിക്കൻ കറി. എന്നാ ബിൻസി പറഞ്ഞിട്ട് ആശാൻ മുറിച്ച ചിക്കൻ കറിയില് ആരും മഞ്ഞൾപ്പൊടി ഇട്ട് പരട്ടിന്നാ പറഞ്ഞേ. ചക്കു അവൻ ഞാൻ ഇളക്കിയതോ. അത് കട്ട് ചെയ്യാൻ വിളനോട് പറഞ്ഞു. ഞാനത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിന്റെ ഐഡിയ പൂർവ്വം അവൻ മറ്റേ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അല്ല, അത് സ്മെല്ല് പോകാൻ വേണ്ടിട്ട് ഇട്ടതാണ്. അങ്ങനെ ഇളക്കി. ഇനി നീ എന്തായാലും കഴുകി എവിടേക്കോ ചിക്കൻ കുറെ യാത്ര ചെയ്ത് കുറെ പേരുടെ റെസ്പോൺസിബിലിറ്റിയിൽ റെഡിയായി വന്ന ചിക്കൻ ഇപ്പൊ മഞ്ഞപ്പൊടിയും വെച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ. ഇനിയിപ്പോ ഞാൻ ഇത് നമ്മുടെ മസാലയിലേക്ക് ചേർക്കുക. ചിക്കൻ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 10 മിനിറ്റ് വല്ലതും ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇനി ഞാൻ ഇവിടുന്ന് വോയിസ് ഓവർ കൊടുക്കാമേ. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര കലബല ഒച്ചയും ബഹളമാണ്. ഞാൻ പറഞ്ഞത് ഒന്നും കേൾക്കാൻ നിങ്ങൾക്ക് യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അതാ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് എണ്ണ ചൂടായിട്ട് അതിലേക്ക് അക്കൻ്റെ സ്പൈസസ് ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. ഈ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിവിടെ കടയിൽ വാങ്ങണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി ആ ജിഞ്ചർ ഗാർലിക്കിന്റെ ആ ഒരു പച്ചക്കുത്ത് മാറി കഴിയുമ്പോഴത്തേനും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ കറികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക്, അതിനുശേഷം പൊടികളും ഇട്ട് ഇളക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇട്ടത് മഞ്ഞപ്പൊടിയാണ്, എന്നിട്ടൊന്ന് ലൈറ്റായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കാശ്മീരിയും എരിവുള്ള മുളകും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇട്ടതൊരു ഇച്ചിരി കൂടിപ്പോയി, നല്ല എരിവുണ്ടായിരുന്നു കറിക്ക്. ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടി വന്നു. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാല
സവാളകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പം കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. ആദ്യം ഉപ്പ് ചേർക്കാണ്ട് ലാസ്റ്റ് ഉപ്പ് ചേർക്കുമ്പം എനിക്ക് കറിക്ക് വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ ആ ഒരു സവോളയൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയി വരുന്നവരെ നന്നായിട്ട്, കാരണം സാധാരണ ഉപ്പ് ചേർക്കുമ്പോൾ വേഗം അങ്ങ് വഴഞ്ഞു പോലോ, ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. എനിവേസ്, അപ്പോൾ അതാ നമ്മുടെ ചിക്കനും ചേർത്ത് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇവിടെ കിട്ടുന്ന ചിക്കനൊന്നും അധികം വേവില്ലാത്തൊരു ചിക്കനാണ്, ഒരു 15 മിനിറ്റ്സ് ഒക്കെ മാക്സിമം, അപ്പം തന്നെ ചിക്കൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി സെറ്റായി. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചാറ് വേണം, സോ ഞങ്ങൾ ഗ്രേവി അധികം ഇങ്ങനെ വറ്റിച്ചൊന്നും എടുത്തില്ല. ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ ചിക്കൻ കറി ഈസ് റെഡി ടു സെർവ്. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ഫ്രൈയുടെ പരിപാടി നോക്കാം. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ചിക്കൻ ഓർമ്മയില്ലേ? യെസ്, അത് തന്നെ. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇടണം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അകത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതുകൊണ്ട് അത്യാവശ്യത്തിന് എണ്ണ, അതായത് ചിക്കൻ പീസ് മുങ്ങി കടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഞങ്ങളിവിടെ അധികം എണ്ണ ഉപയോഗിച്ചല്ല വറുത്തെടുത്തത്, പക്ഷെ അങ്ങനെ വറുത്തെടുത്താൽ ഒന്നും കൂടി ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് അത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് അടിപൊളിയാണ് കേട്ടോ, ഈ ഒരു പ്രിപ്പറേഷൻ അടിപൊളിയാണ്. അങ്ങനെ ഡിന്നറൊക്കെ നമ്മൾ കഴിച്ചു. ഇനി വീട് കാണിച്ചു തരാം. ഞങ്ങൾ ആക്ച്വലി മിനിങ്ങാന്ന് രാത്രി എത്തി, അതായത് ഫ്രൈഡേ നൈറ്റ് ആഫ്റ്റർ ജോലി. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി, കാരണം ലേറ്റ് ആയിരുന്നു എത്താനായിട്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ പിന്നെ ഫുൾ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വൈകിട്ട് ഞങ്ങൾ ബ്ലൂ മൗണ്ടനിലൊക്കെ പോയി. ആക്ച്വലി ഇതൊരു ഹോം ടൂർ ആയിട്ടൊന്നുമില്ല, സമയം നമ്മുടെ വീടല്ലാത്തത് കൊണ്ട് അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണില്ല. ബട്ട് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം വീട് സോ ബ്യൂട്ടിഫുൾ. അവർ ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരിങ്ങനെ ഡെക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്കിങ്ങനെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 6 പേരായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 6 പേർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പെർഫെക്റ്റ് ഡൈനിങ് സ്പേസ് ആയിരുന്നു അത്. ഈ ഒരു വൈറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറേ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ പ്ലസ് ലിവിങ് ഏരിയ. എനിക്ക് ഈ ഒരു ലിവിങ് റൂം പ്ലസ് കിച്ചൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ അങ്ങനെ കിച്ചണിൽ സെപ്പറേറ്റ് ആയിട്ട് പോവില്ല. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് മിണ്ടിയും പറഞ്ഞും ടി വി ഒക്കെ കണ്ട് കുക്ക് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഓൾസോ ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ ഉണ്ട്. അവിടെ ഒരു വലിയ ഡൈനിങ് സ്പേസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോലെ അല്ലെങ്കിൽ ഒരു കോഫി പോലെ ചുമ്മാ ഒന്ന് ഈ ഒരു സ്പേസ് അവർ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഓവർലുക്ക് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ്. ഇപ്പം ഫുൾ ഐസ് പിടിച്ച് കിടക്കുക കേട്ടോ. ഐ മീൻ മഞ്ഞ് വീണ് കിടക്കുക. അല്ലാത്തപ്പം ഭംഗിയായിരിക്കും, സമ്മറിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ബിഗ് കൗച്ച്. നമ്മുടെ ബിൻസിനോട് അവിടെ ഇരുന്ന് അസൈൻമെന്റ് ഇരുന്നോ, ലാസ്റ്റ് മിനിറ്റ് അസൈൻമെന്റ്. അതേ ഉള്ളൂ. ലിവിംഗ് റൂം ഈസ് പ്രിറ്റി എന്താ പറയുക, പ്രത്യേക ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മുടെ അപ്സ്റ്റേഴ്സിലാണ് നമുക്ക് 4 ബെഡ്റൂംസ് വരുന്നുണ്ട്. ബെഡ്റൂംസിൽ എല്ലാവരും ഇപ്പം ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ചെക്കൗട്ട് ടൈം ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. സോ എല്ലാ ബെഡ്റൂംസും കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് ദ സെക്കൻഡ് ബെഡ്റൂം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം. ഇതിന്റെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഈ ഒരു വ്യൂ ഇറ്റ്സ് സൂപ്പർ. ഒരു വാഷ്റൂം ഉണ്ട്, പക്ഷെ ഈ വാഷ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3rd റൂമും ഈ റൂമും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോമൺ വാഷ്റൂം. അപ്പൊ ഞാനും അഖിലും കൂടി ആ റൂമിലായിരുന്നു ഞങ്ങൾ കിടന്നത്. സോ അവിടുന്ന് ഞങ്ങൾ ഈ വാഷ്റൂം ലോക്ക് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. ദിസ് വാസ് എന്റെയും അഖിലിന്റെയും റൂം ഇതായിരുന്നു. ഇവിടെയും നല്ലൊരു അടിപൊളി വിൻഡോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ അല്ല, ബട്ട് കുഴപ്പമില്ലാത്തൊരു വ്യൂ ആയിരുന്നു. ഇത് തുറന്നതുകൊണ്ട് എനിക്ക് എന്റെ ചീപ്പ് കിട്ടിയത് വേറെ കാര്യം. ഇതാരും ഇവിടെ കൊണ്ട് വെച്ചെന്നറിയില്ല. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അവിടെ ഒരു ക്ലോസറ്റ് സ്പേസ് ഉണ്ടായിരുന്നു. ഇതാണ് വേറൊരു വാഷ്റൂം. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ മറ്റേ റൂമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത്. അതായത് ഈ റൂമും ഈ റൂമിനും കൂടി കോമൺ ആയിട്ട് ഒരു വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് അവർ 3rd ബെഡ്റൂം.
ഇതായിരുന്നു കേട്ടോ ഗ്രാസിയും മിക്സിയും സ്റ്റേ ചെയ്തത്. അവര് ചെക്ക്ഔട്ട് ചെയ്തു ഓൾറെഡി. അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയതിൽ അടിപൊളിയായിട്ട് അവര് ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്കും ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രൈമറി ബെഡ്റൂം. പക്ഷെ പ്രൈമറി ബെഡ്റൂമിലുള്ള ആൾക്കാർ ഇതുവരെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. അവർ ചെക്കൗട്ട് തിരക്കിലാണ്. സോ ആശാൻ ഈ റൂമിലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഈ റൂമിന്റെ ബാക്കി എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ് ഈ റൂമില്. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാളെ ഞാനൊരു വീടുണ്ടാക്കുമ്പോ എന്തായാലും എന്റെ ബെഡ്റൂം ഈ തീമായിരിക്കും. കാരണം ഈ ഒരു ബോട്ടം ഗ്രീൻ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ക്രീം തീമാണ് കേട്ടോ ഫുള്ള്. നല്ലൊരു അടിപൊളി കിങ് സൈസ് ബെഡ്. ഇത് രണ്ടും ഐ തിങ്ക് വാക്കിംഗ് ക്ലോസറ്റ് ആണ്, പക്ഷെ ക്ലോസ്ഡ് ആണ്. ഇത് ഓപ്പൺ ആണ്, ബട്ട് ഇത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇതൊരു വാഷ്റൂം, അടിപൊളി ഒരു ജക്കൂസി അല്ല, ഒരു ജക്കൂസി ആണോ അത്? ടബ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കട്ടെ, അവര് റെഡി ആവട്ടെ. ഓൾറെഡി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ നമുക്ക് 11-നായിരുന്നു ചെക്കൗട്ട്. നമ്മൾ 1 hour കൂടി എക്സ്റ്റൻഷൻ ചോദിച്ചു. 12 പക്ഷെ 12-ന് നമ്മൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ചേച്ചി $100 ബില്ല് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ബില്ല് ചെയ്ത ആശ കൊടുക്കുന്നതായിരിക്കും. ആശാന് ഓൾറെഡി വാഷ്റൂമിൽ നിന്നുള്ള കുറെ സാധനങ്ങള് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു ഹോം ടൂർ. ഞാൻ ഭയങ്കര പറഞ്ഞില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണെങ്കിൽ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകാൻ ഒരു മടി. ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടെ.